പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന കപ്പിൾസിനുള്ള ഒരു 5 ഫെർട്ടിലിറ്റി ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പ്രീ കൺസെപ്ഷണൽ ഹെൽത്ത് ചെക്കപ്പ് എടുത്തിരിക്കേണ്ടതാണ്. അതായത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ട് നമ്മുടെ പീരീഡ്സ് കറക്റ്റാണ്, PCOD, എൻഡോമെട്രിയോസിസ് എന്നിങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ ഗൈനക്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പ്രീനേറ്റൽ വൈറ്റമിൻസ് നമ്മൾ ലൈക്ക് ഫോളിക് ആസിഡ് നമ്മൾ പ്രഗ്നൻസിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക. അതായത് പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന എല്ലാ കപ്പിൾസ്, അത് ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും രണ്ടുപേരും ഫോളോ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവരുടെ വെയിറ്റ് കറക്റ്റായിട്ട് അവരുടെ ഹെൽത്തി റേഞ്ചിലാണ് അവരുടെ വെയിറ്റ് നിൽക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. വെയിറ്റ് ഹൈറ്റ് റേഷ്യോ BMI നോർമൽ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർ വെയിറ്റ് റിഡക്ഷൻ ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക. സ്മോക്കിംഗ്, ആൽക്കഹോളിസം എന്നിങ്ങനെയുള്ള അഡിക്ഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും പ്രഗ്നൻസിക്ക് മുൻപ് ഇങ്ങനെയുള്ള അഡിക്ഷൻസ് നിർത്തുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ഔട്ട്കം വരുന്നതിന് നല്ലതായിരിക്കും. മൂന്നാമതായിട്ട് ഓവുലേഷനെ പറ്റിയുള്ള ഒരു നോളജ് നമുക്ക് പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ, പ്രഗ്നൻ്റ് ആവുന്ന ട്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. എപ്പോഴാണ് കറക്റ്റായിട്ട് ഓവുലേഷൻ നടക്കുന്നത്? ചിലർക്ക് 14 ദിവസത്തിലായിരിക്കും, ചിലർക്കത് 12 ദിവസത്തിലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും സൈക്കിൾസ് അനുസരിച്ച് അവരുടെ ഓവുലേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അത് കറക്റ്റായിട്ട് ഏത് ടൈമിൽ ഓവുലേറ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡിയിലുണ്ടാകുന്ന സിംറ്റംസ് വെച്ച് അത് മനസ്സിലാക്കാൻ സാധിക്കും. ചിലർക്ക് ഓവുലേഷൻ കിറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അൾട്രാസൗണ്ട് പോലെയുള്ള മെത്തേഡ്സ് പോവുകയാണെങ്കിൽ 100% ഓവുലേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഓവുലേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഓവുലേഷന് മുമ്പും അതിന് ശേഷമുള്ള ടൈമിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമതായിട്ടുള്ള ഒരു ടിപ്പ്, നമ്മുടെ സ്ട്രെസ്സ് നന്നായി കുറയ്ക്കുക. ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. 7 to 9 hours എങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉള്ള ഒരു കപ്പിളിന് സ്ലീപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. അഞ്ചാമതായിട്ട് നമ്മുടെ പാർട്ട്ണറിൻ്റെ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട്ണർ ഹെൽത്തി ആണോ, പാർട്ട്ണറിന് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, സെമൻ അനാലിസിസ് അങ്ങനെയുള്ള ടെസ്റ്റുകളും ചെയ്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും.